ദാ ഇവിടെ ഇവിടെയാണ് നീ കുറച്ചു ദിവസം കഴിയാൻ പോകുന്നത്. ഇവിടെയോ? എന്ത് കാര്യത്തിന്? ഇതിലും ഭേദം ജയിലല്ലേ. ഇങ്ങോട്ട് വരാനാണോ നീ എന്നെയും കൂട്ടി വന്നത്? നെല്ലിശ്ശേരിയിലേക്കാണെന്നോ ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ പോകുന്നത്. നെല്ലിശ്ശേരിയിലേക്കോ? അതിന് നിനക്കവിടെ ആരിയിരിക്കുന്നു? നിനക്കവിടെ ആരെങ്കിലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ഞാനാ. ഞാനിപ്പോ നിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ട്. അതൊക്കെ ശരിയാ, അവിടെ നീയേ ഉള്ളൂ. നീ കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ. ഞാൻ കഴിഞ്ഞാൽ എന്നൊരു വാക്ക് നീ ഇനി പറയണ്ട. എനിക്കറിയാം ആരുടെ അടുത്തേക്കാ നീ പാഞ്ഞെടുക്കുന്നതെന്ന്. എങ്കിലേ അത് വേണ്ട. ഞാൻ മുമ്പേ പറഞ്ഞത് അനുസരിക്കാത്തോണ്ടാ നിനക്കിപ്പോ ഇങ്ങനൊരു സ്ഥിതി ഉണ്ടായത്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്നുള്ളത് കേട്ടിട്ടുള്ളതല്ലേ? അത് പ്രായത്തിൽ കൂടിയവരായാലും കാമുകയായാലും അങ്ങനെ തന്നെയാ. അതെനിക്കും അറിയാം. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചാ പ്രായത്തിൽ കൂടിയ ചിലര് നടക്കാത്തത് മാത്രമേ പറയൂ. അത് പിന്നെ കാര്യാക്കണമെന്ന് തീരുമാനിക്കും. ഞാൻ പറഞ്ഞല്ലോ അവന്തിക്ക്, എനിക്ക് പോകേണ്ടത് നെല്ലിശ്ശേരിയിലേക്കും കാണേണ്ടത് അവിടുത്തെ ആൾക്കാരെയോ. ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്ന സ്നേഹയേക്കാൾ എനിക്ക് കാണേണ്ടതും സംസാരിക്കേണ്ടതും ഞാൻ അത്രയ്ക്കും വെറുക്കുന്ന അർച്ചനയാണ്. ഒന്ന് നേരിട്ട് കാണണോ എനിക്കവളെ. അതിനൊക്കെ സമയമുണ്ട്. തൽക്കാലം നീ ഇവിടുന്ന് താമസിക്കേ. നിന്നെ നല്ലൊരു വീടെടുത്ത് താമസിപ്പിക്കണം തന്നെയാ ഞാനും കരുതിയത്. അതിനെല്ലാം റെഡിയുമായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല കാര്യങ്ങൾ നടന്നത്. നിന്നെ ജാമ്യത്തിലിറക്കിയത് ആരാണെന്ന് നിനക്കറിയോ? അറിയാം, സന്ധ്യ. അതറിഞ്ഞിട്ട് തന്നെയാ വക്കാലത്തിൽ ഞാൻ നീട്ടി ഒപ്പുവെച്ചത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ എന്റെ വഴി അതൊന്നുമല്ല. നെല്ലിശ്ശേരി നടയിൽ വന്ന് ഞാൻ ഉറക്കെ സ്നേഹിന്ന് വിളിച്ചാൽ അവൾ എന്റെ കൂടെ ഇറങ്ങി വരും. മുടങ്ങിയ അതേ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഞാൻ സ്നേഹയുടെ കഴുത്തിൽ താലി കെട്ടും. അതേ സമയത്ത് തന്നെയാണ് അർച്ചനയുടെ പരാജയത്തിന് തുടക്കം കുറിക്കുന്നതും. അത്രയേ ഉള്ളൂ ഇപ്പൊ എന്റെ മനസ്സിൽ. നീ എന്നെ എവിടെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും പൂട്ടിയിട്ടാലും നാളെ ഈ നേരം ഞാൻ നെല്ലിശ്ശേരി വീട്ടിലുണ്ടാവും. ഉണ്ടാവണം. അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടായാ പിന്നെ ഇങ്ങനെ സമാധാനത്തോടെ ആയിരിക്കില്ല ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. ദാ 14 ദിവസം ഞാൻ ഇത് സ്വപ്നം കണ്ടാ ജീവിച്ചത്. എല്ലാത്തിനും കാരണമായ ഈ താലി ഞാൻ സ്നേഹയുടെ കഴുത്തിൽ കെട്ടും. പിന്നെ നീ നോക്കിക്കോ എന്തൊക്കെയാ നടക്കാൻ പോകുന്നെന്ന്. എനിക്ക് തോന്നുന്നത് ധനുഷ് നമ്മളൊക്കെ വെട്ടിച്ച് അവനെ തന്നെ എങ്ങോട്ട് മുങ്ങിയതായിരിക്കുന്നു. എന്നാലും നമ്മൾ ഫോളോ ചെയ്ത ആ കാർ ആരുടെ ആയിരിക്കും? നമ്മളെ കൂടാതെ ധനുഷിന് കുറെ ശത്രുക്കളുണ്ടെന്നാ തോന്നുന്നത്. ആ കാർ നമ്മളെ അല്ല സച്ചേട്ട ഫോളോ ചെയ്തത്. ധനുഷ് പോയ കാറിനെ തന്നെയാ. നമ്മുടെ കണ്ണു വെട്ടിച്ച് അവൻ നെല്ലിശ്ശേരി ചെന്ന അച്ഛനെ കാണുമെന്ന എന്റെ സംശയം. അതിനു മുന്നേ നമുക്കവിടെ എത്തണം. എനിക്കറിയാം നീ അടക്കമുള്ളവർ സന്തോഷിക്കുവാന്ന്. ധനുഷ് എന്നെയും കളഞ്ഞിട്ട് എങ്ങും പോവില്ല. അതിന് ഞാൻ നിന്നോട് വല്ലതും പറഞ്ഞോ?
നീയല്ലേ ധനുഷിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയത്? നീ കൂടുതൽ സംസാരിക്കണ്ട. എനിക്കെല്ലാം അറിയാം. നിന്റെ ഏട്ടത്തെ അർച്ചനോട് പറഞ്ഞേക്ക്. എന്നെയും ധനുഷിനെയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ജയിലിന്റെ ഫ്രണ്ടിലെ കിഡ്നാപ്പിംഗ് ഡ്രാമയെങ്കില് അതിലൊന്നും കുടുങ്ങുന്നവളല്ല ഈ സ്നേഹയെന്ന്. അവൻ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും അവൻ വരും, എന്നെ തിരക്കി വരും. തീക്കട്ട കൊണ്ടാ തല ചൊറിയുന്നതെന്നേ അർച്ചന എന്ന് പറഞ്ഞ എന്റെ ഏട്ടത്തോട് പറഞ്ഞേക്കും. ഞാൻ അനഘയല്ലെന്നും സ്നേഹയാണെന്നും ഓർമ്മിപ്പിച്ചേക്കും. ഒന്ന് നിന്നേ. വിവാഹ പന്തലിൽ വെച്ച് മുഹൂർത്തത്തിന് തൊട്ടു മുൻപ് ആ വിവാഹം മുടങ്ങുമ്പോ അത് എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് പ്രത്യേകിച്ചും സ്നേഹിക്കുന്ന ആളാണ് വിവാഹം കഴിക്കാൻ ഇരുന്നതെങ്കിൽ ചങ്ക് തകരുന്ന അവസ്ഥയാണ്. ആ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ ഇതുവരെ ഞാൻ നിന്നെ ഒന്നും പറയാത്തതും വിഷമിപ്പിക്കാത്തതും എന്ത് പറഞ്ഞാലും താഴ്ന്നു തരുന്നതും. അപ്പൊ നീ ചവിട്ടി തലയിലേക്ക് കയറുന്നോ? നീ കുറെ ദിവസമായി തുടങ്ങിയിട്ട് എന്ത് പറഞ്ഞാലും അർച്ചനേട്ടത്തെ എന്നെ എല്ലാം താറടിച്ചൊരു വർത്തമാനം. അർച്ചനേട്ടത്തെ പറയുന്നതിന് മറുപടി അവര് തരും നിനക്ക്. നീ സ്നേഹിച്ചവൻ ആൾമാറാട്ടക്കാരനായി പോയതില് ഞാൻ എന്ത് പഴിച്ചു? അവൻ വന്ന് കുറച്ച് ഒലിപ്പിച്ച് കാണിച്ചപ്പോ നീ അതിൽ വീണു. ഇതിനൊക്കെ നീ എന്നെ പറയുന്ന എന്തിനാ? നിക്കേ, ഇനി ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നീ പോയാ മതി. എല്ലാവരുടെയും മുന്നിൽ വെച്ചും ദേ ഇപ്പോഴും നീ പറയുന്ന കേട്ടു, എന്നെ പോലെ അല്ല നീ എന്ന്. അതെ, എന്നെ പോലെ അല്ല നീ. ഞാൻ സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും നിന്റെ ഏട്ടനായ സന്ദീപിനെ, അല്ലാതെ ധനുഷിനെ പോലെ ഒരു ഫ്രോഡിനെ അല്ല. നിന്റെ ഒരു വിവാഹമല്ലേ മുടങ്ങിയത്? എന്റെ 2 തവണ മുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നിന്നെ പോലെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നിന്നെ പോലെ മദ്യപിച്ച് ലക്ക് കെട്ട് ഇവിടെ അച്ഛന്റെയും ഏട്ടന്മാരുടെയും മുന്നില് ഞാൻ കരഞ്ഞു കാണിച്ചിട്ടില്ല എന്ന്. അന്ന് ഞാൻ സ്വയം ഉരുകിയിട്ടേ ഉള്ളൂ. സ്നേഹ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ വിവാഹം നിന്റെ മാത്രം പ്രശ്നമാണ്. നീ വിഷമിക്കുന്നത് കാണുമ്പോഴാ ഇവിടെ ഉള്ളവർ നിന്നെ ആശ്വസിപ്പിക്കാൻ വരുന്നത്. അപ്പൊ നിന്റെ ഓവർ ഷോ. അവനെ കിട്ടില്ലെങ്കിൽ നീ ചത്തുകളയും പോലും. എനിക്കറിയാം നീ ചാവാനൊന്നും പോകുന്നില്ലെന്ന്. മദ്യത്തിന്റെ ബലമില്ലാതെ നിനക്കത് പറയാൻ പോലും പറ്റില്ല. പിന്നെയല്ലേ നീ ചെയ്യാൻ പോകുന്നേ. നിന്റെ ഭീഷണിയൊക്കെ ഇവിടെയുള്ള മറ്റുള്ളവരോട് മതി, ഈ അനഘയോട് വേണ്ട. ഇതുപോലുള്ള പല അഭ്യാസങ്ങളും കണ്ടിട്ടും പരീക്ഷിച്ചിട്ടുള്ള ആളാ ഞാൻ. പിന്നെ മറ്റൊന്നുകൂടി ഞാൻ പറയാം. ഇനി മേലിൽ നിന്റെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ വെറുതെ ആണെങ്കിൽ പോലും എന്റെ പേര് നീ പറഞ്ഞു കേൾക്കരുത്. എന്റെ പ്രേമത്തെക്കുറിച്ചൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. ഇനി നീയായിട്ടത് ഓർമ്മപ്പെടുത്തണ്ട. ഇനി ഇത് ഒരിക്കൽ കൂടി ആവർത്തിച്ച അപ്പൊ നീ എന്റെ കൈയുടെ ചൂടറിയും. അതിപ്പോ ആരൊക്കെ ഉള്ളപ്പോഴാണെങ്കിലും ശരി, ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി, പറഞ്ഞില്ല എന്ന് വേണ്ട. നിങ്ങൾ അകത്തേക്ക് ചെല്ല്, ഞാൻ വന്നേക്കാം. ഒന്ന് നിന്നേ. ജയിലിന് മുന്നിലെ കലാപ്രകടനമൊക്കെ നന്നായിരുന്നു. അവിടുന്ന് ധനുഷിനെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങളാണെന്നും എനിക്ക് മനസ്സിലായി.
അത് വെറുതെ. ജയിലിന് മുന്നിൽ നിന്ന് ആരോ ധനുഷിനെ തട്ടിക്കൊണ്ടുപോയി. അത് ഞാനാണെന്ന് നീ ഊഹിച്ചു. അങ്ങനെ പറയുന്നതാ ശരി. എന്താ എന്റെ ഊഹം കറക്റ്റ് അല്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്തായാലും നീ ഇത്രയും കഷ്ടപ്പെട്ട് ഊഹിച്ചതല്ലേ, അപ്പോ ഞാനങ്ങ് സമ്മതിച്ചു തരാം. അതെ, ഞാൻ തന്നെ അവനെ പൊക്കിക്കൊണ്ടു പോയത്. ഇനിയിപ്പോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെങ്ങാൻ ഇരിക്കാൻ നോക്ക്. സ്നേഹിതനെ ഒളിപ്പിച്ചു നിർത്തി അടുത്ത് എന്തെങ്കിലും നാടകം കളിച്ച് അവനെ നെല്ലിശ്ശേരിയുടെ പടി ചവിട്ടിക്കാന്നാണോ? എങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കണം. നിങ്ങൾ ഈ കളിക്കുന്ന കളിയൊക്കെ സ്നേഹയുടെ ജീവിതം വെച്ചാ. അവളുടെ ആത്മാർത്ഥതയാ നിങ്ങളിപ്പോ ചോദ്യം ചെയ്യുന്നതും. അതിനുള്ള തിരിച്ചടി ചെറുതായിരിക്കില്ല നിങ്ങൾക്ക്. സ്നേഹയ്ക്കൊക്കെ ഇനി എന്തോന്ന് ജീവിതം? അവളുടെ ജീവിതമൊക്കെ എന്നേ പോയി. അതൊന്നും നീ അറിഞ്ഞില്ലേ? അതുപോലെ ഇവിടുത്തെ ഓരോന്നിന്റെയും ജീവിതം താറുമാറാവും. ആക്കും ഈ അവന്തിക. അതിന്റെ ഇടയിലേക്ക് വലിയ വായിൽ വർത്താനവും പറഞ്ഞുകൊണ്ട് കുറുകെ കയറി വന്നാ ആ നാവ് ഞാൻ അരിഞ്ഞെടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഹലോ ധനുഷ്, നീ ഇപ്പൊ എവിടെയാ? ഓർമ്മയുണ്ടോ ഈ ശബ്ദവും ഈ ആളിനെയും? മറന്നല്ലേ ഓർക്കേണ്ട കാവ്യ. ഇപ്പോഴും ഞാൻ ഓർക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ശബ്ദത്തെ ഞാൻ എങ്ങനെയാ മറക്കുന്നത്? സമാധാനായി. ഞാൻ കരുതി വീട്ടുകാരെല്ലാവരും കൂടി പറഞ്ഞു തൻ്റെ മനസ്സ് മാറ്റി എൻ്റെ ഫോൺ നമ്പറും ഡിലീറ്റ് ചെയ്ത് താൻ മറ്റൊരു ജീവിതം സ്വപ്നം കണ്ട് തുടങ്ങിയെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ വരില്ലായിരുന്നല്ലോ. അത് തല്ലാനാണോ തലോടാനാണോ എന്ന് അറിയില്ലായിരുന്നല്ലോ. എനിക്ക് കൺഫ്യൂഷൻ വേണ്ട, തലോടൽ തന്നെയാ. അന്ന് പെട്ടെന്ന് എവിടേക്കാ പോയത്? നേരെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നെ പിക്ക് ചെയ്യാൻ. പിന്നെ നിങ്ങളെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. സത്യം പറഞ്ഞ ധനുഷ് ഇപ്പൊ വിളിച്ചപ്പോഴാ സമാധാനമായത്. ഞാൻ കരുതി അർച്ചനടുത്തിയും സച്ചേട്ടനൊക്കെ കൂടെ ചേർന്ന് ധനുഷിനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയതായിരിക്കും. അങ്ങനെയൊക്കെ കരുതിയോ? അതിന് മാത്രം കെൽപ്പുണ്ടോ നിന്റെ അടുത്തേക്ക്? നന്ദേട്ടൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഈ കാര്യം അവരോട് ചോദിച്ച് വഴക്കാക്കാത്തത്. എനിക്കറിയാം അപ്പൊ അങ്ങനെ ഉണ്ടായാലും നീ അവിടുന്ന് രക്ഷപ്പെട്ടു വരുമെന്ന്. കാരണം എന്റെ ഇഷ്ടവും പ്രാർത്ഥനയും അത്രയ്ക്കുണ്ടായിരുന്നു. തന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ലടോ. എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടും താൻ എൻ്റെ കൂടെ നിന്നല്ലോ. ഇതാണ് പറയുന്നത്, ആത്മാർത്ഥ പ്രണയത്തെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്. അതെ, എന്നെ ഇവിടെയുള്ളവർ മുഴുവനും നിർബന്ധിച്ചു നിന്നെ മറക്കാൻ വേണ്ടി. ഞാൻ പറ്റില്ലെന്നും മരിച്ചു കളയെന്നൊക്കെ പറഞ്ഞപ്പോഴാ വലിയ ശല്യമില്ലാതിരുന്നതും നന്ദേട്ടൻ എൻ്റെ ഒപ്പം നിന്നതും. എനിക്ക് നിന്നോടുള്ള പഴയ ഇഷ്ടം ഇപ്പോഴും അതേപടി തന്നെയുണ്ട്. അല്ലെങ്കിൽ അതിച്ചിരി കൂടെയെങ്കിലേ ഉള്ളൂ. ഞാനും കൂടെ നിന്നെ തെറ്റിദ്ധരിച്ചു, ജയിലിലാക്കി. അതിനൊക്കെ പകരമായിട്ട് എനിക്കിനി നിന്റെ കൂടെ നിന്നേ പറ്റൂ. അത് മതി, എന്നെ സ്നേഹിച്ചാൽ മതി. ഇനിയും ആരെങ്കിലും എന്തെങ്കിലും കള്ളക്കഥകൾ പറഞ്ഞു വന്നാൽ വിശ്വസിക്കരുത്. എനിക്കത് താങ്ങാൻ പറ്റില്ല. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴും തല്ലിച്ചതച്ചപ്പോഴും ഞാൻ കരഞ്ഞത് താൻ എന്നെ അവിശ്വസിച്ചല്ലോ എന്നോർത്ത. തന്നെ കാണാതെ സംസാരിക്കാതെ ഇരിക്കാൻ എനിക്ക് പറ്റാണ്ടായപ്പോഴാ തന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ ആളയച്ചത്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദന
തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ തന്നെയാ. അത് കഴിഞ്ഞ 14 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി. ഇനി ഒരേ ഒരു ആഗ്രഹം മനസ്സിലുള്ളൂ, തന്നോടൊപ്പമുള്ള ജീവിതം. എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്തണം. മുടങ്ങിയ അതേ അമ്പലത്തിൽ വെച്ച് തന്നെ. അച്ഛനും ഏട്ടന്മാരും ഇനി അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ വന്നാ നമ്മളെന്നെ എന്ത് ചെയ്യും? ആദ്യം സമ്മതിക്കൊന്ന് നോക്കട്ടെ. സമ്മതിച്ചില്ലെങ്കിൽ അപ്പൊ നോക്കാം. ധനുഷ് എന്നാ എന്നെ കാണാൻ വരുന്നേ? എനിക്ക് കാണാൻ കൊതിയായിട്ട് വയ്യ. അത്രയ്ക്കും കൊതിയാണോ? സത്യം. എങ്കിൽ നാളെ തന്നെ വന്നു കളയാം. എന്താ, അതുപോരെ? മതി, അത് മതി. ഇന്നീ രാത്രി കൂടി ഇങ്ങനെ പോട്ടെ. അല്ല, എവിടെ വെച്ചാ കാണുന്നേ? തന്റെ വീടായ നെല്ലിശ്ശേരിയിൽ വെച്ച് തന്നെ. ഇവിടെയോ? ഇവിടെ എല്ലാവരും കാണും. ആ, അതാ അങ്ങോട്ട് തന്നെ വരുന്നത്. നാളെ ഒരു തീരുമാനം ഉണ്ടാക്കാം നമുക്ക്. നാളെ വരുമ്പോ എന്നെ കൂടെ കൊണ്ടുപോയിക്കൂടെ ധനുഷിന്? എനിക്കിവിടെ മടുത്തു. നോക്കാം. ആദ്യം ഞാൻ അവിടെ വന്ന് സാഹചര്യമൊക്കെ ഒന്ന് നോക്കട്ടെ. ആരെതിർത്താലും താൻ എന്റെ കൂടെ തന്നെ ജീവിക്കും. അത് ഞാൻ തരുന്ന ഉറപ്പാ. എന്താ, അതുപോരെ? മതി. എങ്കിൽ എന്റെ മോള് ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങ. ചെല്ല്, ബാക്കിയൊക്കെ നാളെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അച്ഛൻ ഉറങ്ങിയായിരുന്നു? ഇല്ല. നിങ്ങളെന്താ രണ്ടുപേരും കൂടി? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട് അച്ഛാ. വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല അച്ഛാ, സ്നേഹയുടെ കാര്യം. സ്നേഹ ഇങ്ങനൊരു അവസ്ഥയിൽ എത്ര നാൾ നമ്മൾ കണ്ടില്ലെന്നായിരിക്കും. ഉടനെ മറ്റൊരാളെ കണ്ടുപിടിച്ച് സ്നേഹയെ വിവാഹം കഴിപ്പിക്കണം. ധനുഷുമായുള്ള വിവാഹം മുടങ്ങിയതിൽ പിന്നെ അവള് വല്ലാത്തൊരവസ്ഥയിലാ. ഈ സമയത്ത് ഒരു വിവാഹത്തെപ്പറ്റി അവളോട് എങ്ങനെയാ നമ്മൾ സംസാരിക്കുന്നത്? എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ കൂടുതൽ അപകടത്തിലേക്ക് പോകും കാര്യങ്ങൾ. അവളുടെ അവസ്ഥ നിങ്ങൾക്കും അറിയാമല്ലോ. അവൾ അവസാനം പറഞ്ഞതും അവൾക്ക് അവനെ മതിയെന്നാ. അതൊരു കാരണവശാലും ഞാൻ സമ്മതിക്കാനും പോകുന്നില്ല എന്ന് കരുതി ഉടനെ ഒരു വിവാഹത്തിന് അവളെ നിർബന്ധിക്കാനും പറ്റില്ല. എപ്പോഴും ഒറ്റയ്ക്കായെന്നൊരു തോന്നലുണ്ട് സ്നേഹയുടെ മനസ്സിൽ. ധനുഷിനേക്കാളും നല്ലൊരു പയ്യൻ അവളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ പതിയെ മാറും. അതെ അച്ഛാ, ധനുഷ് എല്ലാ ലോകമെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ മറ്റൊരാള് അവളുടെ ജീവിതത്തിലേക്ക് വരുന്നതാ ഏറ്റവും ഉചിതം.
അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞാലും അവൾക്കത് വാശിയാവേ ഉള്ളൂ. ഒരാളെ മനസ്സിൽ നിന്ന് ഇറക്കി വിടാൻ മറ്റൊരാളുടെ കടന്നു വരവിന് കഴിയും. സ്നേഹയ്ക്ക് നല്ലൊരു പയ്യനെ കിട്ടും, എനിക്ക് ഉറപ്പാ. എനിക്ക് വേണ്ടെങ്കിലോ? നിങ്ങളിപ്പോ പറഞ്ഞ നല്ലൊരു പയ്യൻ എനിക്ക് വേണ്ടെങ്കിലോ? നീ പിന്നെ ആരെ നോക്കിയിരിക്കുന്നേ?